ഷൈൻ ടോം ചാക്കോ ഫെഫ്ക ഓഫീസിലെത്തി വൈകിട്ട് 5 മണിക്ക് ഫെഫ്ക പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണും. വിഷ്ണു പ്രകാശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നലെ ഐസിയിൽ വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും മൊഴി നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഈ ഫെഫ്കയുടെ പ്രതിനിധികൾ 5 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവിടെ ഓഫീസിൽ ഷൈൻ ടോം ചാക്കോ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ. ഷൈനിന്റെ സഹോദരനെയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. വിഷ്ണു, തുടർന്നോളൂ. ഷൈൻ ടോം ചാക്കോ അല്പം മുൻപാണ് ഇവിടെ ഫെഫ്കയുടെ ഓഫീസിലോട്ട് എത്തിയത്. ഇപ്പോൾ അവരുമായുള്ള ഫെഫ്ക അധികൃതരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം പുറത്തോട്ട് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട ആ ആവശ്യത്തിനാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ കൊച്ചിയിലുള്ള ഫെഫ്കയുടെ സംവിധായകരുടെ യൂണിയൻ്റെ ഓഫീസിലോട്ട്, ഗാന്ധിനഗറിലുള്ള ഓഫീസിലോട്ട് വിളിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ആ ഒരു ചർച്ച, ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ഫെഫ്കയുടെ നേതാക്കൾ, പ്രതിനിധികൾ ഇവിടെ അകത്തുണ്ടായിരുന്നു. അവരുമായി ഒരു ചർച്ച നടത്തിയ ശേഷം ഇപ്പോൾ പുറത്തോട്ട് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണെന്നാണ് മനസ്സിലാകുന്നത്. ഷൈനെ എന്തിനാണ് വിളിപ്പിച്ചത്? ഷൈൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ടതുപോലെയാണ്. ഇപ്പോൾ ഇന്നലെ ഐസിയുടെ മീറ്റിങ്ങിനും വന്നിരുന്നു. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലെല്ലാം ഷൈൻ എത്തിയിരുന്നു. എന്നാൽ അവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഷൈൻ നടത്തിയിരുന്നില്ല. ഇന്നിപ്പോഴും ഒരു അരമണിക്കൂറോളം നീണ്ടു നിന്ന ഒരു ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഷൈൻ കുടുംബസമേതം ഈ ചർച്ച പൂർത്തിയാക്കി മടങ്ങുന്നത്. 5 മണിക്ക് ഏതായാലും ഫെഫ്കെ പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണുമെന്നൊരു പ്രസ്താവന നേരത്തെ ഇറക്കിയിരുന്നു. അപ്പോൾ 5 മണിയോട് കൂടി ഇതിലൊരു വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കാം. ഫെഫ്ക അധികൃതർ ഇന്ന് നടത്തിയ ചർച്ചയും എന്താണ് അവരുടെ തീരുമാനം എന്നുള്ള കാര്യങ്ങളിലെല്ലാം അത്തരത്തിലൊരു വിഷ്ണു, എത്ര നേരം നീണ്ടു നിന്നോ ഈ കൂടിക്കാഴ്ചകൾ? ഇപ്പൊ ഇനി ഫെഫ്കയുടെ പ്രതിനിധികൾ എന്ന മാധ്യമങ്ങളെ കാണുമ്പോഴുള്ള ഈ ചർച്ചയെ സംബന്ധിച്ച് അവർ തീരുമാനങ്ങൾ എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? പ്രജീഷ്, ഒരു അരമണിക്കൂറോളം ഈ ഒരു ചർച്ച നീണ്ടു നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു 4 മണിയോട് കൂടിയാണ് ഷൈൻ ടോം ചാക്കോ കുടുംബമായി ഇവിടെ ഫെഫ്ക ഓഫീസിലോട്ട് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഈ ചർച്ച കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു. സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവ് അടക്കമുള്ള ആളുകളും ഈ ചർച്ചയ്ക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഫെഫ്ക അധികൃതരുമായി അവർ ചർച്ച നടത്തി. ഇനിയിപ്പോൾ 5 മണിയോട് കൂടി ഇതിലൊരു വിശദീകരണം ഷൈൻ ടോം ചാക്കോയുടെ വിഷയമായി, സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട അതിൽ ഒരു വിശദീകരണം, ഫെഫ്കയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ഐസി യോഗം ചെയ്തിരുന്നു. ആ ഐസി യോഗത്തിൻ്റെ ഒരു ആഭ്യന്തര കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും ഫിലിം ചേംബർ അടക്കമുള്ളവരുടെ നടപടികൾ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഫെഫ്ക എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം മാത്രമാകും വ്യക്തമാവുകയുള്ളൂ. ഏത് തരത്തിലാണ് അവരുടെ ഒരു നടപടി ഉണ്ടാവുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് വിളിച്ചു വരുത്താനായി അതിൽ ഒരു ഷൈൻ്റെ വിശദീകരണം, ഷൈൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ടാകും ഇപ്പോൾ ഇവിടേക്ക് ഷൈനെ വിളിച്ചു വരുത്തിയതും എന്നുമാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ 5 മണിക്കാണ് ഈ ഒരു യോഗം നിശ്ചയിച്ചിരുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഷൈനെ വിളിച്ചു വരുത്തിയതും. എന്തായാലും ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങളോട് ഇന്നലെയും ഒന്നും പ്രതികരിച്ചിരുന്നില്ല, ഇന്നും ഒന്നും പ്രതികരിക്കുന്നില്ല. എന്താണ് അവിടെ നടന്ന ചർച്ച എന്നറിയില്ല. താരത്തിനെതിരെ മാതൃഭൂമി ന്യൂസിൽ വിഷ്ണു തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ ഷൈനെ വിളിച്ചിട്ട് പോലെ ഒരു ദേശീയ പരുഷഭാവത്തിലുള്ള നോട്ടം മാത്രം നോക്കിയെന്ന് തോന്നുന്നു. എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. 5 മണിക്കാണ് ഫെഫ്ക മാധ്യമങ്ങൾ. അതെ.